ഇങ്ങോട്ട് വന്നത്? നിന്നെ കൊണ്ടുപോകാൻ. അല്ലാതെ എന്തിനാ? ദയവായി ഇവിടെ നിന്ന് പോകൂ. വെറുതെ ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, രക്ഷിക്കാൻ വേണ്ടിയല്ലേ മുതലാളി വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് പുറത്തു പോകുന്നതാണ് നല്ലത്. അയ്യോ അയ്യോ മോനെ മോനെ വിജയ ചേട്ടനെ ആരോ പിടിച്ചോണ്ട് പോയി. ആരാപ്പാ? ആരാ മോനെ? അവർ രണ്ടുപേരുണ്ടായിരുന്നു. കൊല്ലുമെന്ന് പറഞ്ഞേക്കാ കൊണ്ടുപോയത്. എന്റെ കേക്കരുത് മോനെ. അവരെ കണ്ട മോനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയും ഇക്ക. എവിടെ വെച്ച് കണ്ടാലും അറിയും. ഞാൻ അവരെ നന്നായിട്ട് കണ്ടുവയ്ക്കാം. മുമ്പ് ശ്രമിക്കാണ്ടില്ല. അമ്മേ, ചേച്ചി ചേട്ടനെ ആരോ പിടിച്ചോണ്ട് പോയി. അമ്മേ, ചേച്ചി ചേട്ടനെ ആരോ പിടിച്ചോണ്ട് പോയി. അമ്മേ, അമ്മേ, അമ്മേ. ഇതുവരെ നിന്നെ വെറുതെ വിട്ടില്ലേ? നീ എങ്ങനെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. അയ്യോ, എന്റെ മാനഭംഗപ്പെടുത്തരുത്. അയ്യോ, എന്റെ മാനഭംഗപ്പെടുത്തരുത്. ശരി, കഴിയുന്നത് വേഗം അവരെ കണ്ടുപിടിക്കാം. ഇപ്പോൾ പൊയ്ക്കോളൂ. ചേച്ചിയും ചേട്ടനെയും കണ്ടുപിടിക്കും അവര്. മോൻ വിഷമിക്കാണ്ടിരി. എവിടെ ഉണ്ടെങ്കിലും അവർ കണ്ടുപിടിക്കും. ഇക്ക, ചേച്ചിയും ചേട്ടനെയും കൊണ്ടുപോയവരെ കണ്ടാൽ ഞാൻ കത്തി കൊണ്ട് കുത്തിക്കൊല്ലും. അരുത് മോനെ, അങ്ങനെയൊക്കെ പറയല്ലേ. നല്ല കുട്ടികൾ അങ്ങനെയൊന്നും പറയൂല. മോൻ നല്ല കുട്ടിയാവണം. നല്ല പോലെ പഠിച്ച് നല്ലവനായിട്ട് വളർന്ന് ഒരു വലിയ ആളാവണം. ഇന്നു മുതല് ഇത് നിന്റെ വീടാണ്. മോൻ വിഷമിക്കാൻ മോനെ പടച്ചുവണ്ടിച്ച് എല്ലാവരും വിട്ടുകൊടുത്താൽ മതി. പടച്ചവൻ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവം. അതെ, കൊല്ലാനും വളർത്താനും ശിക്ഷിക്കാനും രക്ഷിക്കാനും ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടില്ലേ? ബുദ്ധിയുള്ളവന് ഈ ദുനിയാവിന് എന്ത് കാര്യം നേടാം. മോനോട് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. ഒരു കാട്ടില് ഒരു സിംഹം ഉണ്ടായിരുന്നു. ആ സിംഹം കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അതിനെ അകറ്റാനൊരു മുയൽ തീരുമാനിച്ചു. സിംഹരാജാവേ, സിംഹരാജാവേ, ഈ കാട്ടിലെ മഹാരാജാവ് നിങ്ങളാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങളെക്കാൾ വലിയൊരു രാജാവിനെ ഞാൻ കണ്ടു എന്ന് മുയൽ പറഞ്ഞു. എവിടെയാടാ എന്ന് സിംഹകാലറി. വാ കാണിച്ചു തരാമെന്നും പറഞ്ഞു മുയൽ സിംഹത്തെ കൂട്ടിക്കൊണ്ടുപോയി വെള്ളത്തിൽ സിംഹത്തിന്റെ നിഴല് കാണിച്ചു കൊടുത്തു. അലറിക്കൊണ്ട് സിംഹം വെള്ളത്തിലൊക്കെ ഇട്ട് ചാടി മുങ്ങിച്ചത്തുപോയി. അത്ര വലിയൊരു സിംഹത്തെ ഒരു ചെറിയ മുയൽ തോപ്പിച്ചു കളഞ്ഞു. അതാണ് ബുദ്ധി. മോനിക്ക് മനസ്സിലായ? അങ്ങനെ ഇന്നലെ രാത്രിയില് ഇവളിവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. എന്നിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, പിടിച്ചു മുറിക്കാത്തിട്ട് പൂട്ടി ഞാന്. നീ ഇവിടെ നിന്ന് കടന്നളയാൻ ശ്രമിച്ചു അല്ലേ? നിന്നെ ഇവിടെ സാധിക്കുമോ? നമുക്ക് ഓടി. ഒരു കാര്യം നീ ഓർത്തോണം, നിന്റെ അനിയനുണ്ടല്ലോ ആ തെമ്മാടി ചെറുക്കൻ, അവൻ എന്റെ കയ്യിലാ. നീ ഇവിടുന്ന് പുറത്തു പോകാൻ ശ്രമിച്ചാൽ ആ സെക്കൻഡിൽ അവനെ ഞാൻ കൊന്നു കുഴിച്ചു കൂടും. ഓർമ്മയിരിക്കും.
എന്നാ ഒന്നും പറയാത്ത? നിനക്ക് പോണ വിടുന്നല്ലേ? വേണ്ട, എന്റെ അനുഗ്രഹമൊന്നും ചെയ്യരുത്. ഞാൻ എങ്ങും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. എങ്കിൽ നിനക്ക് തന്നെ നല്ലത്. ഈ പങ്കജാശി, മറ്റുള്ളവരൊക്കെ അവിടെ വിളിക്കില്ലാത്തിനെ. എടി, ഇങ്ങോട്ട് വരീ, ഇങ്ങോട്ട് വരീനടി. എടി, നിങ്ങളിൽ ആർക്കെങ്കിലും ഇവിടുന്ന് ഒളിച്ചോടി പോണോ? എടി പോണോ? ഇവിടെ വരുന്നവരോട് മര്യാദയായിട്ട് പെരുമാറിയില്ല എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെയൊക്കെ എലി ഞാൻ ഒടിക്കാൻ പറഞ്ഞേക്കാം. ആ പങ്കജാശി, ഇന്ന് വൈകിട്ട് ഞാനിവിടെ വരും. എന്റെ കൂടെ വിശേഷപ്പെട്ട ഒരു അതിഥി ഉണ്ടായിരുന്നു. എല്ലാം ഒരുക്കി വെച്ചേ. ഓ, എല്ലാം വേണ്ടതുപോലെ ഒരുക്കി വെച്ചേക്കാം. ഇന്ന് റിസൾട്ട് അറിയുന്ന ദിവസമാണ്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. വിജയ, നീ ഒന്നാമനായി പാസ്സായിട്ടുണ്ടാവും. അക്കാര്യത്തിൽ ഇക്കാലത്ത് സംശയമൊന്നുമില്ല. പോയി സന്തോഷത്തോടെ തിരിച്ചു വാ മോനെ. ശരി. മാലതി, അതാ എന്റെ വിജയം ചേട്ടൻ പോകുന്ന കണ്ടില്ലേ? പോയി കൺഗ്രാജുലേറ്റ് ചെയ്യൂ. ഹലോ ഗോപി, റിസൾട്ട് നോക്കിയോ? ആ നോക്കി, പാസ്സായി. ഡിസ്റ്റിങ്ഷോട് കൂടി പാസ്സായി. കൺഗ്രാജുലേഷൻസ്. എടാ, നീ ഇത്ര ഗംഭീരമായിട്ട് പഠിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അയ്യോ, ഞാനല്ല. പിന്നെ നീ ഡിസ്റ്റിങ്ഷനോട് പാസ്സായത് കൊണ്ടല്ലേ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്തത്. ഞാൻ തോറ്റു, ഡിസ്റ്റിങ്ഷനോട് കൂടി ഫെയിൽ. ഹലോ മിസ്റ്റർ വിജയൻ. ഹലോ മാലവി, ഹൗ ഡു യു ഡു? ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നിങ്ങൾ ഡിസ്റ്റിങ്ഷനോട് കൂടി തന്നെ പാസ്സായല്ലോ. താങ്ക് യു വെരി മച്ച്. നോ മെൻസ്. അപ്പോ ഞാൻ പോട്ടെ വിജയൻ. മാലവി, ഞാനും വരുന്നു. വേണ്ട, കിട്ടിയ സൗകര്യങ്ങൾ വേണ്ട, ഞാനങ്ങ് പോവാം. മാലതിയും പാസ്സായല്ലോ. ഓ, ഞാൻ പാസ്സായാലും എന്താ വിശേഷം? ജസ്റ്റ് പാസ്. ഞാൻ വരട്ടെ, അല്പ തിരക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ കാറിൽ പോകാം. വിജയന്റെ വീട് വരെ ഞാനും വരാം. വേണ്ട, താങ്ക്സ്. ഞാൻ ബസ്സിൽ പോയിക്കോളാം. വരൂ, എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാം. ഞാനും ആ വഴിക്ക് വരാം. വേണ്ട. വൈ? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. എനിക്കിത് ഇഷ്ടമല്ല. സോറി. ഇക്കാക്ക് തൃപ്തിയായി. ഇനി ഇക്കാക്കൊന്നും വേണ്ട. ഇതോടെ എല്ലാം നേടിക്കഴിഞ്ഞു. ദേ, നമ്മുടെ വിജയൻ ഇന്നു മുതൽ ഡാക്ടറാണ്. വിജയ, ഇന്ന് തൊട്ട് വിജയൻ എനിക്ക് ഡാക്ടർ സാറാണ്. ഒരിക്കലും അന്തോണിയെ മറക്കരുത് കേട്ടോ. മോനെ, ഈ ഉമ്മാന്റെ പിട്ടും ചോറിൽ നിന്ന് നീ ബന്ധായി. ഈ ഉമ്മാനെ മറക്കരുത് മോനെ. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ വിജയനല്ലേ, നിങ്ങളുടെ വിജയൻ. നിങ്ങൾക്ക് കൂടെയല്ലേ എന്നെ വളർത്തിയത്, പഠിപ്പിച്ചത്, ഡോക്ടറാക്കിയത്. ഞാൻ നിങ്ങളെയൊക്കെ മറക്കും. അത്രയും വലിയ നന്ദിയോടെ ഞാൻ കാണിക്കൂ. പഠിപ്പില് മാത്രമല്ല മോനെ, ജീവിതത്തിലും നീ എപ്പോഴും ഒന്നാമനായിരിക്കും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇൻകം ആണ്. ഗുഡ്. ഇത് മുഹമ്മദ് അലി തന്നതാണ് സർ. വെരി ഗുഡ്. വാസു, സർ. അടുത്ത ആഴ്ച സിംഗപ്പൂരിൽ നിന്ന് വരുന്ന കപ്പലിൽ 5 ലക്ഷം രൂപയുടെ ചരക്ക് കാണും. സർ. ബി കെയർഫുൾ. വെൽ, യു മേ ഗോ നൗ. താങ്ക് യു സർ. മിസ്റ്റർ മേനൻ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സ്വാമിനാഥൻ. യു ലുക്ക് വണ്ടർഫുൾ ദിസ് മോർണിംഗ്. പ്ലീസ് ടേക്ക് ഇറ്റ്. മിസ്റ്റർ മേനൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ എത്രത്തോളമായി അതറിയാനാണ് ഞാൻ വന്നത്. വെൽ, കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയായില്ലല്ലോ. ജോലി നടന്നുകൊണ്ടിരിക്കുന്നു. പണി തീർന്ന ഉടനെ നമുക്ക് ഹോട്ടൽ ആരംഭിച്ചു കളയാം. ബൈ ദ വേ, ഞാൻ ഒരു 50,000 രൂപ ചോദിച്ചെന്നല്ലോ, കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതുവരെ നിങ്ങൾ 5 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അതെ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞു മിസ്റ്റർ സ്വാമിനാഥൻ. പക്ഷേ ഈ തുക കൂടെ തന്നാൽ നമുക്ക് ഹോട്ടൽ ഉടനെ തുടങ്ങാം. അല്ല, ലാഭം കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കല്ലേ. പിന്നെ മാനേജ്മെന്റിന്റെ ഒരു ചെറിയ പ്രതിഫലം ഞാൻ എടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. കെട്ടിടത്തിന്റെ പണി കഴിയുന്നതിനകം പൂർത്തിയാക്കണം.
ഹോട്ടൽ ഉടനെ ആരംഭിക്കണം. എന്താ മിസ്റ്റർ മേനൻ? ഓ ഷുവർ. ഇതാ നിങ്ങൾ ചോദിച്ച പണം. താങ്ക് യു വെരി മച്ച്. ഓക്കെ ദെൻ സീ യു. ഹലോ വിജയൻ, എങ്ങോട്ടാ പോകുന്നത്? യൂണിവേഴ്സിറ്റിയിലേക്ക്. ഓ, എന്നാ വരൂ, എന്റെ കാറിൽ പോവാം. വേണ്ട, താങ്ക്സ്. ഡ്രൈവർ, കാർ കൊണ്ടിക്കോളൂ. മാലതി എന്താ കാർ അയച്ചു കളഞ്ഞത്? വിജയന്റെ കൂടെ വരാൻ. എന്റെ കൂടെ വരണ്ട, എനിക്കത് ഇഷ്ടമല്ല. എന്താ എത്ര ക്രൂലായി സംസാരിക്കുന്നത്? എനിക്കിഷ്ടമാണെങ്കിലോ? മാലതിക്കെല്ലാം തമാശയാണ്. എന്തിനാ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്? പ്രിൻസിപ്പലിന്റെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, നേരിൽ ചെന്ന് കാണണമെന്ന്. എന്നാൽ എന്തോ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഞാനും കൂടെ വരാം, എനിക്കും അതറിയണം. മാലതി, എന്റെ കാര്യങ്ങളിൽ ഇത്ര താല്പര്യം കാണിക്കരുത്. അത് കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. അതാണ് എന്റെ കൂടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഭയം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങളെപ്പോലുള്ളവർക്ക് ജീവിതം ഒരു നേരം പോക്കാണ്. എനിക്കും എന്നെപ്പോലുള്ളവർക്കും അങ്ങനെയല്ല. നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ്? ഞാനിപ്പോ പറയുന്നില്ല, പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എന്നോടുള്ള വെറുപ്പ് കൊണ്ടാണോ? വെറുപ്പോ? എനിക്ക് നിന്നോട് വെറുപ്പ് തോന്നേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എങ്കിൽ സ്നേഹം ഉണ്ടായിരിക്കണമല്ലോ. സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷേ അത് നീ കരുതുന്ന പോലെ ആയിരിക്കില്ല. നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ഈ വർഷം പാസ്സായ സമർത്ഥരായിട്ടുള്ള ഡോക്ടർമാരെ തെരഞ്ഞെടുത്ത് അമേരിക്കയിലേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്കായി നിങ്ങളുടെ പേരും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. അനിയൻ വിദേശത്ത് പോയി പഠിച്ച് മഹാനായി തിരിച്ചു വരണം. എന്റെ മോനെ, സർക്കാരിൽ നിന്ന് തിരിഞ്ഞെടുത്ത് അമേരിക്കയിലോട്ട് അയക്കാൻ മാത്രം അത്രയും വലിയൊരു യോഗ്യനായല്ലോ നീ. അത് മതി മോനെ. നീ എവിടെ പോയാലും ഈ ബീവുമാനും മറക്കരുത്. മോന്റെ ജാത്ര എപ്പോഴാ മോനെ? ഞാൻ പോണില്ല ഉമ്മ. എന്നോട് ഇത്രയും സ്നേഹവും വാത്സല്യമുള്ള നിങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഞാൻ എന്തിനു വിദേശത്ത് പോണം? മോനെ, ഞാൻ പോയാൽ പലതും മറന്നു വരും. എന്റെ ലക്ഷ്യം തെറ്റും. എനിക്കിവിടെ ഒരു ആശുപത്രി പണിയാണ്. അതിന് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം. ഈ ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളുടെ ഡോക്ടറായി കഴിഞ്ഞു. അതിലും വലിയ നേട്ടമൊന്നും എനിക്ക് വേണ്ട.